ഹായ് നമസ്കാരം. അങ്കമാലിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. നമ്മുടെ ദുൽഖറിൻ്റെ കാന്ത എന്ന ചിത്രത്തിനെ കുറിച്ച് പറയാനാണ്. കാന്ത എന്ന ചിത്രം വളരെയധികം പ്രതീക്ഷകളുള്ള സിനിമയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ ഒരു കഥാപാത്രം തന്നെയായിരിക്കും കാന്ത എന്നതിൻ്റെ ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായതാണ്. നമുക്കറിയാം, തമിഴ്നാട്ടിൽ നടന്ന ഒരു സിനിമ സംബന്ധമായിട്ടുള്ള ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സിനിമയാണ്. കാരണം അന്നത്തെ കാലത്ത് നടന്ന ഒരു കൊലപാതകവും അതുമായി ബന്ധപ്പെട്ട് ഒരു സിനിമാ നിർമ്മാതാവും സംവിധായകനും നടനുമൊക്കെ അതിൻ്റെ ഭാഗമായി എത്തുന്ന ഒരു സിനിമ. ആ കാലഘട്ടത്തിൻ്റെ കഥ അറിയുന്നവർക്കറിയാം. അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ അതിൻ്റെ സ്പോയിലറിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും മികച്ച ഒരു സിനിമ തന്നെയായിരിക്കും. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ നടന്ന ഒരു കഥ, ആ കഥയെ സംബന്ധിച്ചിട്ടുള്ള ഒരു പുതിയൊരു മാനങ്ങൾ നൽകുന്ന ഒരു ചിത്രമായി മാറാൻ കാന്തയ്ക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചിത്രത്തിൻ്റെ പല പാട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. പാട്ടുകളെല്ലാം തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വലിയൊരു സ്വാധീനം ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അതൊരു തെലുങ്ക് ചിത്രമായിട്ടാണ് ഒരുക്കുന്നത്. നമുക്കറിയാം, തെലുങ്കിലാണിപ്പോൾ നമ്മുടെ ദുൽഖർ സൽമാൻ കൂടുതലായിട്ട് ശോഭിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കൂടുതൽ സിനിമകളും വിജയിച്ച സിനിമകളും ഒരു 100% അവിടെ വിജയ ചിത്രങ്ങളാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. ഇറങ്ങിയ എല്ലാ സിനിമകളും അത്യാവശ്യം സാമ്പത്തികമായിട്ട് നല്ല നേട്ടമുണ്ടാക്കിയ സിനിമകളാണ്. ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ റീച്ച് ഉണ്ടാക്കിയെടുക്കാൻ അത് ദുൽഖറിനെ വലിയ സഹായകരമായിട്ടുണ്ട്. ഒരുപക്ഷെ മലയാളത്തിൽ അദ്ദേഹം നിന്നിരുന്നെങ്കിൽ ഇത്രത്തോളം വലിയൊരു നേട്ടം അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമായിരുന്നില്ല. ഇപ്പോൾ കറക്റ്റ് സമയത്താണ് അദ്ദേഹം മലയാളത്തിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തിന് കിങ് ഓഫ് കോത്ത വലിയൊരു പരാജയം ഏറ്റുവാങ്ങി. പക്ഷേ ചിത്രത്തിന് അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യത്യസ്തമായൊരു കാര്യം തന്നെയാണ്. വളരെ വ്യത്യസ്തമായൊരു കാര്യമാണ്. കാരണം അത്രത്തോളം തന്നെ ഒരു കളക്ഷൻ ആ സിനിമ ഉണ്ടാക്കിയെടുത്തെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡത്തിന് ഇവിടെ യാതൊരുവിധ കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. ലക്കി ഭാസ്കർ ആകട്ടെ തെലുങ്കിൽ വലിയൊരു വിജയം നേടി. അങ്ങനെ സീതാരാമും ലക്കി ഭാസ്കറും അങ്ങനെ വിജയം നേടിയ ചിത്രങ്ങൾ മാത്രം തെലുങ്കിലുണ്ടായ ഒരു പ്രത്യേക ഒരു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ആളുകളെ വ്യത്യസ്തമായ കഥാപാത്രം കൊണ്ട് തൻ്റെ വരുതിയിലാക്കിയ ഒരു നടൻ കൂടിയാണ് അദ്ദേഹം. ഒരുപാട് ആരാധകർ അദ്ദേഹത്തിന് തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രവും കാന്ത എന്ന ചിത്രവും അത്തരത്തിൽ വ്യത്യസ്തമായ ഭാഷകളിലാണ് ഇറങ്ങുന്നത്. മലയാളത്തിലും ചിത്രത്തിൻ്റെ റിലീസുണ്ട്. നവംബർ 14 ചിത്രത്തിൻ്റെ റിലീസ് എന്നാണ് അറിയുന്നത്. ഏതായാലും കാത്തിരിക്കുകയാണ് കാന്ത എന്ന ചിത്രം അഭിനയ ജീവിതത്തിലെ ദുൽഖറിന് ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരിക. ഒരു പുരോഗമനം തന്നെയായിരിക്കും അദ്ദേഹത്തിന് ആ ഒരു സിനിമ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക. അദ്ദേഹം നിർമ്മിക്കുന്ന സിനിമയാണിത്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും ഒപ്പം തന്നെ റാണ ദഗുപട്ടിയും കൂടി ഒരുമിക്കുമ്പോൾ ആ ഒരു നിർമ്മാണ കമ്പനി നല്ല മൂല്യമുള്ള സിനിമയ്ക്ക് വേണ്ടിയാണ് അതിനുവേണ്ടിയുള്ള പണം ചെലവഴിച്ചിട്ടിരിക്കുന്നത്. കാരണം പലരും മാസ് മസാല സിനിമകളുടെ പുറകെ പോകുമ്പോൾ അദ്ദേഹം വ്യത്യസ്തതകൾ കൊണ്ട് തൻ്റെ പിതാവിനെ പോലെ തന്നെ സിനിമ ഇൻഡസ്ട്രിയിൽ തൻ്റെ പേര് എല്ലാ കാലത്തും നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന് അത് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ദുൽഖറിൻ്റെ കാന്തയ്ക്കും കാന്തയുടെ സംവിധായകർക്കും അതുപോലെ തന്നെ